നമസ്കാരം. റോബിൻ ശർമ്മയുടെ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി. അതിൽ അദ്ദേഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനുള്ള ചില സ്റ്റെപ്പുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാണ്, നിങ്ങൾക്ക് ഒരു ആപത്ഘട്ടത്തിൽ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായി കാണുക എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, നിങ്ങൾ ദിവസവും ഒരു അപരിചിതനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം എന്ന്. ഞാൻ കഴിയുന്നതും അതെൻ്റെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരംകാരനായ ഞാൻ ഇപ്പോൾ മുനമ്പത്ത് എത്തിച്ചേർന്നതും ഇപ്പോൾ അവിടെ നിന്നും നേരെ വടക്കോട്ട് പോയിട്ട് കണ്ണൂരിലെ പാലത്തായിയിൽ എത്തിച്ചേർന്നത്. സ്വാഭാവിക മരണം വരെ തുറുങ്കിലടയ്ക്കപ്പെട്ട ഒരു നിരപരാധിയായ മനുഷ്യനെ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന് എനിക്ക് 1% സംശയമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഉദ്യമത്തിന് മുതിരുമായിരുന്നില്ല. കാരണം പ്രായപൂർത്തി എത്താത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഒരാൾ പീഡിപ്പിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ജീവപര്യന്തമല്ല വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. തികച്ചും അവിചാരിതമായിട്ടാണ് ഞാൻ ഈ പാലത്തായി കേസിൽ എത്തിപ്പെട്ടത്. ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം 17/11/2025 ഞാനൊരു വീഡിയോ ചെയ്തു. അതിനിടയിൽ സിഡ്നിയിൽ നിന്നുള്ള രവിശങ്കർ വേണുഗോപാൽ എന്ന ഞാൻ അറിയാത്ത, കാണാത്ത, കേൾക്കാത്ത ഒരു സുഹൃത്ത് അതിനിടയിൽ ഒരു കമൻ്റ് ഇട്ടു. അതിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: സ്റ്റാലിൻ സാറിനോട് ഒരു അപേക്ഷ. ഇപ്പോൾ വന്ന പാലത്തായി കേസിലെ വിധിയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നറിയുന്നു. സാറിന് അതൊന്ന് വിശകലനം ചെയ്യാമോ? ഞാൻ കൊടുത്ത മറുപടി, നോക്കട്ടെ, രേഖകൾ തപ്പണം എന്നും ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പാലത്തായി കേസിലേക്ക് എത്തിപ്പെട്ടത്. തുടർന്ന് ഞാൻ ആ വിധിന്യായം കണ്ടെത്തുകയും പഠന വിധേയം ആക്കുകയും ചെയ്തു. ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആയിരക്കണക്കിന് വിധിന്യായങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു 15/11/2025 പാലത്തായി കേസിൽ അവിടുത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി പുറപ്പെടുവിച്ചത്. തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി ന്യായാന്യായങ്ങൾ കണ്ടെത്തി വിധി പറയേണ്ട ഒരു കോടതി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കോടതി. നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, നീതിയാണ് നടപ്പിലാക്കപ്പെട്ടത് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട, അതിനുള്ള ഉത്തരവാദിത്വം ഉള്ള ഒരു കോടതി. ഇത്തരത്തിലുള്ള എല്ലാ മൗലിക തത്വങ്ങളെയും നിഷ്കരണം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതൊക്കെയോ ദുഷ്ടശക്തികളുടെ സമ്മർദ്ദത്താൽ പ്രതിയെ ശിക്ഷിക്കണം എന്നുള്ള മുൻവിധിയോടുകൂടി തയ്യാറാക്കിയ ഒരു വിധിയാണതെന്ന് നിയമത്തെക്കുറിച്ച് ബാലപാഠം എങ്കിലും അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ അധികാര പരിധി എന്താണെന്ന് പോലും വ്യക്തമായി അറിയാത്ത തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. CRPCയുടെ സെക്ഷൻ 432 to 435 പ്രകാരം സർക്കാരിന് ഇത്തരത്തിലുള്ള പ്രതികളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്യാനോ റെമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യാനോ ഒക്കെ ഉള്ള അധികാരം ഉണ്ട്. ഈ അവകാശങ്ങളൊക്കെ ഹനിച്ചുകൊണ്ട് ഒരു സെക്ഷൻസ് കോടതിക്ക് ഒരാളെ അയാളുടെ സ്വാഭാവിക മരണം വരെ ഒരിക്കലും ശിക്ഷിക്കാൻ അധികാരം ഇല്ല. അതിനുള്ള അധികാരം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണുള്ളത്. എന്നാൽ ഈ അടിസ്ഥാനപരമായ വിവരം പോലും ഇല്ലാതെയാണ് ഈ തലശ്ശേരിയിലെ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ഈ വിധിന്യായത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും പ്രതി കുറ്റം ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു തെളിവോ ഒരു സാഹചര്യമോ കോടതി ചൂണ്ടിക്കാണിക്കുന്നില്ല. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കാണ് അനുകൂലം, മറിച്ച് പ്രോസിക്യൂഷന് അല്ല. അന്വേഷണത്തിലെ അപാകതകളും ഈ പ്രോസിക്യൂഷൻ്റെ കഴിവുകേടുകളും ഒക്കെ പ്രതിയെ ശിക്ഷിക്കാനുള്ള കാരണമായിട്ടാണ് കോടതി എടുത്തു പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അന്നത്തെ പഴയ മന്ത്രി ശൈലജ ടീച്ചർ ഈ അതിജീവിതയുടെ ഭവനം സന്ദർശിച്ചു എന്നുള്ള കാരണവും ഈ പ്രതിയെ ശിക്ഷിക്കാൻ വേണ്ടി കോടതി ഉപയോഗിക്കുകയാണ്. പ്രതിയെ ശിക്ഷിക്കാനായി കോടതി ആശ്രയിച്ചത് ചില സാക്ഷിമൊഴികളെ മാത്രം ആയിരുന്നു. സ്റ്റാർ വിറ്റ്നസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധിന്യായത്തിൻ്റെ 50ാമത്തെ ഖണ്ഡികയിൽ അതാരൊക്കെയാണെന്ന് കോടതി എടുത്തു പറയുന്നുമുണ്ട്. അതായത് ഈ അതിജീവിത, രണ്ടാമതായിട്ട് അതിജീവിതയുടെ അമ്മയുടെ ഇളയ സഹോദരിയുടെ മകളും ഈ കുട്ടിയുടെ തന്നെ ക്ലാസ്സിൽ പഠിക്കുന്നതുമായ മറ്റൊരു കുട്ടി, അടുത്തതായിട്ട് ഈ അതിജീവിതയുടെ മേൽപ്പറഞ്ഞ കുഞ്ഞമ്മ, നാലാമതായിട്ട് ഈ 2 കുട്ടികളുടെയും അമ്മാവനായ മറ്റൊരു വ്യക്തി, ഏറ്റവും അവസാനമായിട്ട് ഈ കേസിലെ ഈ കുട്ടിയെ മെഡിക്കൽ പരിശോധന നടത്തിയ ഡോക്ടർ.
ആ ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അവരുടെ മൊഴിയോ പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നതേ ഇല്ല. അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നാം ആലോചിക്കണം, ഈ കേസിൽ FIR ഇട്ടത് 2020 മാർച്ച് മാസം 17-ാം തീയതി ആയിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ഈ സുനിത ദേവദാസിനെ പോലെയുള്ള യൂട്യൂബ് ജഡ്ജിമാർ രംഗത്ത് വരികയും ജൂലൈ മാസം 19-ാം തീയതി തന്നെ ഇവിടെ ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകളുണ്ട്, മെഡിക്കൽ റിപ്പോർട്ടിൽ ഇയാൾ കുറ്റം ചെയ്തു എന്ന് കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അവരുടെയൊക്കെ മുന്നിൽ ഒരു അടിസ്ഥാനവുമില്ലാതെ ഈ മെഡിക്കൽ റിപ്പോർട്ട് കാണുകയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ ചെയ്യാതെ ഈ അതിജീവിതയ്ക്ക് അനുകൂലമായും ഈ പ്രതിക്ക് എതിരായും പുള്ളിയെ ശിക്ഷിച്ചുകൊണ്ട് തന്നെ ഈ സുനിത ദേവദാസും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഈ സുനിത ദേവദാസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാഹചര്യ തെളിവുകൾ മുഴുവൻ ഈ കുട്ടിക്ക് എതിരാണെന്നാണ് IG ഈ ഓഡിയോ ടേപ്പിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത്. എന്നാൽ നമുക്കറിയാം, മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളെക്കുറിച്ച് അദ്ദേഹം നിശബ്ദനാണ്, മിണ്ടുന്നേയില്ല, പരാമർശിക്കുന്നില്ല. ഇനി നമുക്ക് ആരാണ് ഒരു നല്ല ന്യായാധിപൻ എന്ന് നോക്കാം. ഈ ജുഡീഷ്യൽ അധികാരം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രസ്റ്റാണ്. ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ന്യായാധിപൻ നിയമത്തെക്കുറിച്ചിട്ട് വിവരമുള്ളവനും നിഷ്പക്ഷനും ധൈര്യശാലിയും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നേരെ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും ഒരു ജഡ്ജി പക്ഷപാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമവ്യവസ്ഥയിൽ നിന്നും ദൂരേക്ക് നടന്നകലുമ്പോൾ അവിടെ ഈ വിശ്വാസ്യത തകർക്കപ്പെടുന്നു. നീതി നിഷ്പക്ഷമായാൽ മാത്രം പോരാ, അത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുകയും വേണം. ഒരു ജഡ്ജി തൻ്റെ വിധിന്യായത്തിൽ ആ വിധിയിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വസ്തുനിഷ്ഠമായി എടുത്തു കാണിക്കുകയും മനസ്സിരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്ന് സ്ഥാപിക്കുകയും വേണം. എന്നാൽ പാലത്തായിലെ വിധിയിൽ ഇതൊന്നും തന്നെ കാണുന്നില്ല. തികച്ചും നിരപരാധിയും ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയവുമായിരുന്ന ഒരു വ്യക്തിയെ അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ ചില തീവ്രവാദി സംഘടനകൾക്ക് എതിരാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു സെഷൻസ് കോടതിക്ക് അങ്ങനെ വിധിക്കാൻ പാടില്ല എങ്കിലും ആ പ്രതിയെ സ്വാഭാവിക മരണം വരെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച വേള അയാളുടെ 88 വയസ്സ് പ്രായമുള്ള അമ്മയോ 40 വയസ്സ് പ്രായമുള്ള ഭാര്യയോ 9 വയസ്സ് പ്രായമുള്ള മൂത്ത മകനോ 8 വയസ്സ് പ്രായമുള്ളതും തിരുവനന്തപുരത്തെ ശ്രീചിത്രയിൽ നിന്നും ന്യൂറോ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടി വരുന്നതുമായ രണ്ടാമത്തെ മകനോ അവിവാഹിതയായ സഹോദരിയോ ഇവരുടെയൊക്കെ ഭാവിയോ ഒരു പ്രശ്നമേ ആയിരുന്നു. വിധി പറഞ്ഞ ഈ കോടതിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 90% കേസുകളിലും പ്രതികളെ വെറുതെ വിട്ട ചരിത്രമാണ് ഉള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 ഓഗസ്റ്റ് മാസം 13-ാം തീയതി മറ്റൊരു പോക്സോ കേസിൽ ഇതേ കോടതി തന്നെ ഒരു വിധി പറഞ്ഞു. അതിൽ പ്രതിയെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അതിൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ്, രണ്ടാനച്ഛൻ പീഡിപ്പിച്ചതിന് ശേഷം ഗർഭിണി ആക്കുകയും ആ കുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ പോക്സോ കേസ് ഉത്ഭവിച്ചത്. എന്നാൽ ആ കേസിൽ ഈ കുട്ടി ആദ്യം മുതൽ അവസാനം വരെ യാതൊരു വ്യതിയാനവുമില്ലാതെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മൊഴിയാണ് കൊടുത്തിരുന്നത്. എങ്കിലും ഇതേ കോടതി അതിലെ പ്രതിയെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രതിക്ക് ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നാം പാലത്തായി കേസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിലെ അതിജീവിതയുടെ മൊഴികളിൽ 127 വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഓരോ കാര്യവും മാറ്റി 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 സമയാസമയം മാറ്റിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പോലും ഈ കോടതി ആ മൊഴിയെ മാത്രം കണക്കിലെടുക്കുകയും പ്രതിയെ ശിക്ഷിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും എന്താണ് കാണുന്നത്? സമയാസമയങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ മനസ്സാക്ഷി എവിടെയൊക്കെയോ പണയം വയ്ക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സുമനസ്സുകളും അവസരത്തിനൊത്ത് ഉയർന്ന് ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ അപ്പീൽ കേസിൻ്റെ ശരിയായ നടത്തിപ്പിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനായി കണ്ണൂർ കടവത്തൂർ എന്ന സ്ഥലത്തെ സുമനസ്സുകൾ ചേർന്നിട്ട് പാലത്തായി നിയമ സഹായ വേദി എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും കടവത്തൂരിലെ ഗ്രാമീൺ ബാങ്കിൻ്റെ ശാഖയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളതും ആണ്. അതിലേക്ക് വരുന്ന ഒരു പൈസ പോലും അന്യാധീനപ്പെട്ടു പോകില്ല എന്ന് എനിക്ക് വ്യക്തിപരമായി ഉറപ്പുണ്ട്. ആ പൈസയെല്ലാം തന്നെ ഈ പത്മരാജൻ്റെ കുടുംബത്തിനും
അദ്ദേഹത്തിൻ്റെ ഭാവിയിലുള്ള കേസ് നടത്തിപ്പിനും വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്ന് തീർച്ചയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പത്മരാജൻ കുറ്റക്കാരനാണെന്ന് ഒരു ശതമാനമെങ്കിലും എനിക്ക് സംശയമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഉദ്യമത്തിന് മുതിരുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവായി ഈ സത്കർമ്മത്തിൽ പങ്കെടുക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഈ ചാനലിനെതിരെ വളരെ വലിയ രീതിയിൽ റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. അതുകൊണ്ട് സദയം നിങ്ങളേവരും ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് ഈ ഉദ്യമത്തോട് സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സുനിത ദേവദാസിനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ഈ ആൾക്കാർ പറയുന്നത് പോലെ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ഈ ഡോക്ടർ എന്തെങ്കിലും റിപ്പോർട്ട് നൽകിയിരുന്നോ എന്നൊക്കെയാണ് ഞാൻ അതിൽ പ്രതിപാദ്യ വിഷയമായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.